സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു പ്രത്യേക വീഡിയോ ആണ്, പിള്ളേർക്ക് അനുസരിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഫിംഗർ ട്രാപ്പ് എന്നാണ് അതിൻ്റെ എന്ന് വെച്ചാൽ കയ്യിലൊരു ട്രാപ്പ് വെക്കുന്ന ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട കളിയാണ്. അപ്പം കൂടുതലും നമുക്ക് പറഞ്ഞിരിക്കുന്നില്ല, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എടുക്കേണ്ടതെന്ന് വെച്ചാൽ 4 സെൻറ്റിമീറ്റർ ലെന്തും അതുപോലെ തന്നെ 4 സെൻറ്റിമീറ്റർ വിട്ടുമുള്ള ഒരു സ്ക്വയറാണ് എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കേണ്ടതെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഒരു 5 സെൻറ്റിമീറ്റർ കൂടായിരിക്കും. അതെന്ന് വെച്ചാൽ 5 സെൻറ്റിമീറ്റർ താഴെയുള്ള ലെന്ത് ആയിരിക്കണം നിങ്ങൾ എടുക്കേണ്ട സ്ക്വയറിന് കേട്ടോ. ഓക്കെ, അതിനുശേഷം നിങ്ങൾ പേപ്പറിൽ ഇതുപോലെ തന്നെ മടക്കി വെക്കാൻ ശ്രമിക്കും. ഇത്ര നേരം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ പേപ്പറിൻ്റെ മൂലകൾ തമ്മിൽ ഒരുമിച്ച് വെച്ച് മടക്കുകയായിരുന്നു ചെയ്തത്. ഇനിയും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പേപ്പർ തിരിച്ച് വെച്ചിട്ട് ഇതുപോലെ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഇവിടെ മെയിനായിട്ട് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ കട്ടിയുള്ള പേപ്പറാണ്. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ചാർട്ട് പേപ്പറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങളുടെ അതില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് സാധാ പേപ്പറിലായാലും ഇത് ചെയ്യാവുന്നതാണ്. ഈ സമയം നിങ്ങൾ വീഡിയോ അതിശ്രദ്ധയോടെ തന്നെ നോക്കണം. കാരണം വെച്ചാൽ നമ്മുടെ ഫിംഗർ ട്രാപ്പ് ഈ സമയത്താണ് അതിൻ്റെ തുടക്കം ആരംഭിക്കാൻ പോകുന്നത്. അതിശ്രദ്ധയോടെ തന്നെ നമുക്ക് വീഡിയോ അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ പേപ്പർ റോക്കറ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അതേ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു വശവും ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ മറുവശത്തും ചെയ്യണം. ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പഴയ രീതിയിലായിട്ട് തന്നെ മാറ്റണം. ഇതിൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ നല്ല പ്രസ്സായിട്ട് തന്നെ ആ പേപ്പർ നല്ല പ്രസ്സായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു വര വരാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രസ് ചെയ്യുന്ന കാര്യങ്ങളും ഓരോ വര വരാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ ഓരോ മാർക്ക് വന്നതിന് ശേഷം ഇതിൻ്റെ താഴെയായിട്ടൊരു ചെറുതായിട്ട് കത്രയും കൊണ്ട് നമ്മൾ കീറേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ എല്ലാ 4 സൈഡിലും ഇതുപോലെ തന്നെ ചെയ്യേണ്ടതാണ്. അവസാനം ഇതൊരു സ്റ്റാർ മാതിരി രീതിയിലാവുന്നതാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് തിരിച്ചു വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ചെറുതായിട്ട് മടക്കണം. ഇതുപോലെ നമ്മൾ 4 സൈഡിലായിട്ട് മടക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതൊന്ന് പഴയ രീതിയിലാക്കണം. നേരത്തെ നമ്മൾ ഇതൊക്കെ ചെയ്ത് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് അലങ്കോലപ്പെട്ടൊക്കെ പോകും. എന്നിട്ട് നമ്മൾ പഴയ പോലെ രീതിയിൽ ഇതുപോലെ നിങ്ങൾ ചെയ്യാം. ഇതുപോലെ നമുക്ക് 5ഓ 10ഓ വേണേൽ ഉണ്ടാക്കാം. അത് നല്ല രസമാണ് നമ്മുടെ കൈ ട്രാപ്പ് ചെയ്യുന്നത്. ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്ന അറിവ് എന്തെങ്കിലും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ ഉള്ള വീഡിയോസും ഒക്കെ നിങ്ങൾ കാണുക.